ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിന് കൈമാറുന്നതിൽ ഇന്ത്യൻ കോടതികൾ തീരുമാനമെടുക്കുമെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ. രാഷ്ട്രീയമായോ നയതന്ത്രപരമായോ തീരുമാനമെടുക്കില്ല. ഷെയ്ഖ് ഹസീനയെ കൈമാറണമെന്ന് ബംഗ്ലാദേശ് സർക്കാർ ഇന്ത്യയോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു. ബംഗ്ലാദേശിന്റെ കടുത്ത നിലപാട് മയപ്പെടുത്തുന്നതിനുള്ള ചർച്ചകൾ തുടരുന്നുവെന്നും റിപ്പോർട്ടുകളിലുണ്ട്. നിലവിൽ ഹസീനയ്ക്കെതിരെ 600-അധികം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനിടെ നടന്ന കൊലപാതകങ്ങൾക്ക് ഉത്തരവാദിയാണെന്ന് കാട്ടി ബംഗ്ലാദേശിലെ ഇന്റർനാഷണൽ ക്രൈംസ് ട്രൈബ്യൂണൽ ഹസീനയ്ക്ക് വധശിക്ഷയും വിധിച്ചിരുന്നു. ബംഗ്ലാദേശ് വിട്ട് 2 വർഷത്തിന് ശേഷം ആദ്യമായാണ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തിരുന്നത്. പ്രക്ഷോഭങ്ങൾക്കിടയിൽ ഉണ്ടായ അതിക്രമങ്ങൾ വിശദീകരിച്ച ഷെയ്ഖ് ഹസീന ഈ വർഷം ഡിസംബറിൽ നാട്ടിലേക്ക് മടങ്ങുമെന്ന് സ്ഥിരീകരിച്ചിരുന്നു. താൻ ബംഗ്ലാദേശിന്റെ ഭാഗമെന്നും അറസ്റ്റ് ഭയക്കുന്നില്ല എന്നും ഷെയ്ഖ് ഹസീന വ്യക്തമാക്കിയിരുന്നു. കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്ന് കാണാതായ 7ാം ക്ലാസ്സുകാരനായി ഇന്നും തെരച്ചിൽ തുടരും. വീടിനടുത്തുള്ള കന്നേറ്റി കായലിന് സമീപത്ത് നിന്നും കുട്ടിയുടെ സൈക്കിളും വസ്ത്രവും കണ്ടെത്തിയിരുന്നു. ഫയർഫോഴ്സും പോലീസും കായലിൽ തെരച്ചിൽ തുടരുകയാണ്. കന്നേറ്റി പാലത്തിന് സമീപം തെരച്ചിൽ നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താനായില്ല. കായലിലെ അടിയൊഴുക്ക് തെരച്ചിലിന് വെല്ലുവിളിയാകുന്നുണ്ട്. കരുനാഗപ്പള്ളി വെൽഫെയർ സ്കൂൾ വിദ്യാർത്ഥിയാണ് ബിലാൽ. ഇന്നലെ വീട്ടിൽ നിന്നും വൈകിട്ട് കളിക്കാനായി ഇറങ്ങിയ വിദ്യാർത്ഥിയെ കാണാതാവുകയായിരുന്നു. സിംബാബ്വേയിലെ ഖരീബ തടാകത്തിൽ യാത്രക്കാരുമായി പോയ ഫെറി ബോട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരണസംഖ്യ 72ആയി. ഉൾക്കൊള്ളാവുന്നതിലും അധികം ആളുകളെ കയറ്റി ഫെറി ബോട്ടാണ് ശക്തമായ കാറ്റിൽപ്പെട്ട് തടാകത്തിൽ മറിഞ്ഞത്. 90 പേരെ മാത്രം കയറ്റാൻ അനുമതിയുള്ള ബോട്ടിൽ 5 ജീവനക്കാരും 114 മുതിർന്നവരും എണ്ണമറിയാത്ത അത്രയും കുട്ടികളും ഉണ്ടായിരുന്നുവെന്നതാണ് ഔദ്യോഗിക കണക്കുകൾ. സർക്കാരിന്റെ റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഏജൻസി നടത്തുന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. സിംബാബ്വേയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജലദുരന്തങ്ങളിൽ ഒന്നായിരുന്നു ഇത്. സിംബാബ്വെ സാംബിയ അതിർത്തിയിലുള്ള വലിയ തടാകത്തിന് ചുറ്റും താമസിക്കുന്ന ഗ്രാമീണരും മത്സ്യവ്യാപാരികളുമായിരുന്നു ബോട്ടിലുണ്ടായിരുന്ന യാത്രക്കാരിൽ ഭൂരിഭാഗവും. പരീക്ഷാ ക്രമക്കേടുകളിൽ ജാർഖണ്ഡിൽ വിദ്യാർത്ഥി പ്രതിഷേധം കനക്കുന്നു. ഈ മാസം 20-ന് മുഖ്യമന്ത്രിയുടെ വസതി വളഞ്ഞ് പ്രതിഷേധ മാർച്ച് നടത്താനാണ് തീരുമാനം. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ ഇതുവരെയും അംഗീകരിക്കാത്ത സാഹചര്യത്തിലാണ് പ്രഖ്യാപനം. JMMന് നൽകുന്ന പിന്തുണ കോൺഗ്രസ് പിൻവലിക്കണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. ഇന്ന് ജില്ലകളിൽ മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെയും രാഹുൽ ഗാന്ധിയുടെയും കോലം കത്തിച്ച് പ്രതിഷേധിക്കും. ജാർഖണ്ഡ് വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ ദേവേന്ദ്രനാഥ് മഹത്തോയെ പോലീസ് മർദ്ദിച്ചുവെന്ന പരാതി. റാഞ്ചിയിലെ ആശുപത്രിയിൽ നിന്ന് പുറത്തു പോകുന്നത് പോലീസ് തടഞ്ഞുവെന്ന ആരോപണവുമുണ്ട്. പോലീസ് നടപടിയിൽ നെഞ്ചിന് പരിക്കേറ്റതായും മഹത്തോ പറഞ്ഞു.